ഒരു സൊല്യൂഷനും കൂടി ഞാൻ റെഡിയാക്കി കാണിക്കുകയാണ്. അതും വളരെ ഈസിയാണ്. നമ്മൾ പേസ്റ്റും വിനാഗിരിയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറുമാണ് വേണ്ടത്. അപ്പോൾ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പേസ്റ്റ് കവറുകൾ നമ്മൾ കളയുമല്ലോ, പേസ്റ്റിൻ്റെ കവറുകളൊക്കെ കളയുകയാണെങ്കിൽ അതിൽ നിന്നൊരു സ്വല്പം മാത്രം മതി. ഇതിപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റാണ് വേണ്ടത്. ഇപ്പോൾ പേസ്റ്റിന് പകരം ഞാൻ അതിൻ്റെ കാലി കവർ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് പേസ്റ്റ് കിട്ടും കേട്ടോ. അതിപ്പോൾ റെഡ് കളറായതുകൊണ്ട് അത് ചുമന്ന് തന്നെ ഇരിക്കും. ഇതുപോലെ ആക്കുമ്പം തന്നെ ഉണ്ടാവും നല്ല രീതിയിൽ അതിനകത്ത് പേസ്റ്റ് കിട്ടും. അപ്പോൾ സൊല്യൂഷൻ ഒരുപാട് വേണമെങ്കിൽ ഇതിനനുസരിച്ച് അളവ് കൂട്ടുക. ഇതിപ്പം വിനാഗിരിയിലാണ്. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം, അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ പേസ്റ്റ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കവർ എടുത്ത് മാറ്റിക്കളയാം. അപ്പോൾ നമ്മളെന്തായാലും പേസ്റ്റ് തീർന്നിട്ട് അതിൻ്റെ കവറുകൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതുപോലൊരു സൊല്യൂഷൻ അങ്ങ് റെഡിയാക്കി വെച്ചേക്കുക. നമുക്ക് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ ഞാൻ കവറുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ റെഡ് കളറിൽ വന്നിട്ടുണ്ട്, അതിൻ്റെ പേസ്റ്റിൻ്റെ കളറാണ്. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം, അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സ്വല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണേ. ബേക്കിംഗ് പൗഡർ മിക്കവരും ചോദിക്കാറുണ്ട്, ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഏതാണേലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ആക്കരുത്, അതിനനുസരിച്ച് വെള്ളമാക്കുക. വിനാഗിരിയൊക്കെ ഒഴിച്ച് കൊടുത്തതിൻ്റെ അനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് സ്പ്രേ ബോട്ടിലിനകത്തോ അതല്ലെങ്കിൽ സാധാ ഒരു കുപ്പി നമ്മുടെ അടപ്പ് ഒരു ഹോളുണ്ടാക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് മുറ്റത്തെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ പാമ്പിൻ്റെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പാമ്പ് ഒന്നും തന്നെ വരില്ല. അതേപോലെ തന്നെ നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് 2-3 ദിവസമൊക്കെ വെച്ചേക്കാനായിട്ട് പറ്റും. പിന്നെ സിങ്കിൽ വാഷ് ബേസിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങൾ പ്രാണികൾ എല്ലാം ചത്തുപോകും. ഇതിപ്പോൾ ഞാൻ നമുക്ക് കിച്ചണിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൽ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടയ്ക്കുന്നത് നല്ലതാണ്, തുടച്ച് മാറ്റുക. നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നിടത്തും കബോർഡിനകത്തും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ, ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ സിങ്കിലും വാഷ് ബേസിനൊക്കെ ഒഴിച്ച് കൊടുക്കുക.